തിരുവനന്തപുരം പെരുമാതുറയിൽ 4 വയസ്സുകാരി കുട്ടിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി. ഒരു മരുന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നാണ്. അത് അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഈ കഫം പോകാനുള്ള. ആ മരുന്ന് 2023 മൂന്നാം മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള മരുന്നാണ്. അത് 2024 8-ാം മാസം അതിൻ്റെ കാലാവധി കഴിയാണ്. അപ്പോൾ ആ മരുന്നാണ് അവർക്ക് തന്നത്. അത് ഇന്നലെ ഒരു നേരം രാവിലെ കുട്ടിക്ക് കൊടുത്തു. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിച്ച് വീട്ടിൽ പോയതിനു ശേഷം കൊടുത്തു. രണ്ടാമത് രാത്രി കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ലേബിൾ നോക്കിയപ്പോൾ ഈ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നായിട്ട് കാണുന്നത്. പനിയും ചുമയുമായി ചികിത്സയ്ക്കെത്തിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് മരുന്ന് നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ഇന്നലെ രാവിലെ ഏകദേശം ഒരു 11:15 എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഒരു പനിയും ചുമയും ജലദോഷമായിട്ട് നമ്മളെ പെരുമാതുറ FHSC സെൻറ്ററിൽ കൊണ്ടുവന്നു ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടർ കുട്ടീനെ ചികിത്സിച്ചിട്ട് ഇതിൻ്റെ മെഡിസിൻ എഴുതി തന്നു. നമ്മൾ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഫാർമസിയിലോട്ട് പോയപ്പോൾ ഫാർമസിയിൽ നിന്ന് ഒരു 3 മരുന്ന് തന്നു. ഈ മരുന്ന് ഒരു മരുന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നാണ്. അത് അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഈ കഫം പോകാനുള്ള. ആ മരുന്ന് 2023 മൂന്നാം മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള മരുന്നാണ്. അത് 2024 8-ാം മാസം അതിൻ്റെ കാലാവധി കഴിയാണ്. അപ്പോൾ ആ മരുന്നാണ് അവർക്ക് തന്നത്. അത് ഇന്നലെ ഒരു നേരം രാവിലെ കുട്ടിക്ക് കൊടുത്തു. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിച്ച് വീട്ടിൽ പോയതിനു ശേഷം കൊടുത്തു. രണ്ടാമത് രാത്രി കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ലേബിൾ നോക്കിയപ്പോൾ ഈ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നായിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന ഏകദേശം 1-2 ആൾക്കാർക്ക് അടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞു. മെമ്പറിനെ അറിയിച്ചപ്പോൾ രാവിലെ ആവട്ടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇന്ന് രാവിലെ വന്ന് എൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഇവരിത് നിഷേധിക്കുകയാണ് ചെയ്തത്. അവരിങ്ങനെ ഒരു മരുന്ന് ഇവിടെ കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ അവരുടെ രജിസ്റ്റർ എടുത്തിട്ട് നോക്കിയപ്പോൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരത് സമ്മതിച്ചു. ഉപയോഗശൂന്യമായ മരുന്നുകൾ വെച്ചിരിക്കാൻ പാടില്ല. എത്രയോ തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസമില്ലാത്ത ഞങ്ങളെ പോലുള്ളവർ ഈ കിടക്കുന്ന സ്ഥലത്ത് ഇവർ കൊടുക്കുന്ന മരുന്നുകൾ വാങ്ങിച്ച് കുടിച്ച് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ആര് ഉത്തരവാദിത്തം പറയും? അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട അധികം DMOയ്ക്കും അതിൻ്റെ മിനിസ്റ്റർക്ക് കളക്ടർക്ക് എല്ലാവർക്കും രേഖാമൂലം ഞങ്ങൾ ഇതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടരായിട്ട് ഇതിൻ്റെ അന്വേഷണം നടത്തി ഇതിനെ നിയമമായ നടപടി സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ സമരമായിട്ട് ഞാൻ മുൻപോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. ഒരു ഡോസ് മരുന്ന് നൽകിയതിനു ശേഷമാണ് മരുന്ന് കാലാവധി കഴിഞ്ഞ വിവരം വീട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിലെത്തി വിവരം അറിയിച്ചെങ്കിലും സംഭവം അധികൃതർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. അതേസമയം പരാതിയുമായി വന്ന ഉടൻ തന്നെ സ്റ്റോക്ക് പരിശോധിച്ചു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. സപ്ലൈകോയിൽ നിന്നും ലോക്കൽ പർച്ചേസ് നടത്തുന്ന മരുന്നാണിത്. പരിശോധനയിൽ ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും ആശുപത്രി മെഡിക്കൽ ഓഫീസർ വിശദീകരിച്ചു. 5 ഇനം മരുന്നുകൾ നൽകിയതിൽ 3 തരം മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങണമെന്നാണ് ഫാർമസിയിൽ നിന്നും പറഞ്ഞത്. ബാക്കി ആശുപത്രിയിൽ നിന്നും നൽകിയ 2 മരുന്നിൽ ഒരെണ്ണമാണ് കാലാവധി കഴിഞ്ഞത്. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2-ാം സമ്മാനം LED TV, 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.